ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിനയില കൊണ്ടുള്ള ഒരു നല്ലൊരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ എപ്പോഴും കഴിക്കാറുള്ള ചട്നികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ചട്നിയും കൂടിയാണ് ഇത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും അതുപോലെ ബിരിയാണിക്കും ഒരുപോലെ സൈഡ് ഡിഷ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നി കൂടിയാണ് ഇത്. സൂപ്പറായിട്ടുള്ള ഈ പുതിനയില ചട്നിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ റൂബീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിനെ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. പുതിനയില ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുതിനയില 1 കപ്പ്, 2 പിടി പുതിനയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി 15 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 5 അല്ലി, പച്ചമുളക് 3 എണ്ണം 2ആയി കട്ട് ചെയ്തത്, നാളികേരം 1 കപ്പ്, ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ. ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി 15 എണ്ണം, 5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒന്ന് നന്നായി വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത പുതിനയില കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതുപോലെ ഈ പുതിനയില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ചമ്മന്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനയില ഉപയോഗിച്ചാണ് ചമ്മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിൽ കഴുകിയെടുക്കുകയോ അല്ലെങ്കിൽ വിനാഗിരി ഇട്ട് വെള്ളത്തിൽ 5 മിനിറ്റ് താഴ്ത്തി വെച്ച ശേഷം കഴുകി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ഇലയെല്ലാം നന്നായിട്ട് വാടിക്കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചൂടിൽ തന്നെ ഇരുന്ന് നാളികേരം ഒന്ന് വഴറ്റി കിട്ടിയാൽ മതിയാവും. ഇല്ലെങ്കിൽ നാളികേരം വഴറ്റാതെ തന്നെ നമുക്ക് ഈ വഴറ്റി വെച്ച് ഇലയോടൊപ്പം ചേർത്ത് അരച്ചെടുത്താലും മതിയാകും. അതുപോലെ തന്നെ പുളി ചേർക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ പുളി ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ശേഷം ചെറിയ ഉള്ളി അത് 2 എണ്ണം എടുത്ത് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അവസാനം കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അരച്ചു വെച്ചിരിക്കുന്ന പുതിനയില ചട്നിയിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുതിനയില ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ദോശ, ഇഡ്ഡലി, ബിരിയാണി എന്നിവയ്ക്കൊപ്പം സൈഡ് ഡിഷായി യൂസ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്വാദും വളരെയേറെയാണ് ഇതിന്. ഈ പുതിനയില ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.